ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല സോഫ്റ്റായ ചപ്പാത്തിയുടെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതെന്തെന്ന് അറിയണ്ടേ? അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 2.5 കപ്പ്, അതായത് 250-ൻ്റെ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് വെള്ളം എടുക്കുക. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml തന്നെയാണ്. 1 കപ്പ് വെള്ളം എടുക്കുക. വെള്ളം കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പിടിക്കും, അതൊന്നും കുഴപ്പമില്ല. പിന്നെയും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. വെള്ളം അപ്പം തന്നെ ഫുള്ളായിട്ട് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം കട്ടയായിട്ട് ഭയങ്കരമായിട്ട് ലൂസായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാൽ തന്നെ അല്പമായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് കയ്യിൽ ആകുന്ന പേടിയുള്ളവർക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ടാണെങ്കിലും ഈ മിക്സിങ് നടത്താം കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ടിപ്പോൾ വെള്ളമെല്ലാം മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മാവ് ചെറുതായിട്ട് കുഴച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇതാ ഒരുവിധം മാവ് എല്ലാം കൂടി ഒട്ടി വന്നിട്ടുണ്ട്. ഇനിയും വശങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ആ മാവിലേക്ക്, വലിയ മാവിലേക്ക് തന്നെ ചേർക്കണം. ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പ്രഷർ ഷുഗർ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വൈകിട്ടൊക്കെ കൊടുക്കാനായിട്ട് നല്ല സംഭവമല്ലേ. ഇതിൽ അധികം വെളിച്ചെണ്ണ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഞാനിവിടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്ന് അറിയണ്ടേ? അതിനായിട്ട് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഞാനിവിടെ 2-3 തുളകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഗുണമെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ഇരുന്നോളും. രാവിലെ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല, വൈകിട്ട് അത് കഴിക്കുമ്പോഴും, വൈകിട്ടാണ് എടുത്ത് കഴിക്കുന്നതെങ്കിൽ പോലും ആ സോഫ്റ്റ്നെസ് അതേപോലെ തന്നെ ഇരുന്നോളും. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ കയ്യിലൊന്നും ഇപ്പോൾ ഒട്ടുന്നേ ഇല്ല. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇത് മാറ്റാം. അതിനുശേഷം ഒരു പ്ലേറ്റ് വെച്ച് ചെറുതായിട്ട് മൂടി കൊടുത്തു. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അതിനുശേഷം വേറൊരു ഇത് മുഴിച്ച് മൂടണം. എന്നുവെച്ചാൽ എയർ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ പുറമേയുള്ള പാളിക്ക് ഒരല്പം കട്ടി വന്നു. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് അത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് ചെറുതായിട്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇട്ടുന്ന കണ്ടില്ലേ? ഇനി നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റണം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളകളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ വളരെ ചെറുതാണെങ്കിൽ ചപ്പാത്തിയും അതുപോലെ തന്നെ വളരെ ചെറുതായിട്ടായിരിക്കും കിട്ടുക. വളരെ വലിപ്പം കൂടി കഴിഞ്ഞാൽ നമുക്ക് അരികൊന്നും നന്നായിട്ട് വെന്ത് കിട്ടത്തുമില്ല. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിൽ നമ്മൾ ഉരുളകളാക്കി മാറ്റി നമ്മൾ 2 കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ഇത് പേപ്പർ വാഴയിലയാണ്. ഇത് ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം അത് അതിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ന്യൂസ് പേപ്പർ ആയാലും മതി. അപ്പോൾ ഞങ്ങളുടെ ചപ്പാത്തി മേക്കറിൽ ആദ്യം തന്നെ ഒരല്പം വെളിച്ചെണ്ണ തൂവി കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ ഇരുവശത്തും പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി എൻ്റെ ഒരു മൂലയിലേക്ക് നീക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചപ്പാത്തി നന്നായിട്ട് ഉണ്ടായി വന്നോളും. അതിനുശേഷം അത് തിരിച്ചിട്ട് ഒന്നുകൂടി ഒരല്പം കൂടി വലിപ്പം വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി ചപ്പാത്തി അധികം വലിപ്പം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ അരിക് ഒട്ടും മൊരിയത്തില്ല. അതുമാത്രമല്ല, ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതേസമയം ചപ്പാത്തി വളരെ ചെറുതായി പോയി കഴിഞ്ഞാലും കട്ടി കൂടിയതിന് ശേഷം സോഫ്റ്റ്നെസ് അത്രയധികം കിട്ടത്തില്ല. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ എടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവി എടുത്ത് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അരികൊക്കെ നന്നായിട്ട് മൊരിയാനും അതേപോലെ നന്നായിട്ട് നല്ല വലിയ കൊമളകൾ വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നന്നായിട്ടത് മൊരിഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5 സെക്കൻഡിൽ കൂടുതൽ ഒരു വശം ഇങ്ങനെ കിടക്കാൻ പാടില്ല. അപ്പോൾ തന്നെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ചപ്പാത്തി റെഡി ആയിക്കോളും. ഇതാ കണ്ടില്ല, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഇതേപോലെ നന്നായിട്ട് നല്ല വലിപ്പത്തിൽ വരത്തുള്ളൂ. അതേപോലെ തന്നെ ഈ അരികൊക്കെ ഇത്തിരി പൊങ്ങിയായിരിക്കുന്നത്, അതുകൊണ്ടാണത് അരികൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായ ചപ്പാത്തി നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈകിട്ട് വരെ ഇരുന്നാലും ഒരു കേടുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ രാവിലെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്, ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു ടിന്നിലേക്ക് ആക്കി വെക്കണം. ആ ടിന്നിൽ ഈർപ്പൊട്ടും പാടില്ലാത്ത ടിന്നായിരിക്കണം. അപ്പോൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.